ആ കോവിഡ് കാലത്തെ അനുഭവങ്ങളെല്ലാം പല നിലയിൽ ചിത്രങ്ങളായി വരികയാണ്. കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ടുള്ള എക്കാലത്തേക്കും സൂക്ഷിക്കാൻ പറ്റുന്ന നിരവധി മേഖലകളിലെ ചിത്രങ്ങളാണ് മാസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ പലർക്കും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സംസാരിച്ചപ്പോൾ. അപ്പോൾ അത് ശ്രദ്ധേയമായ രീതിയിൽ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നതിന് മുമ്പേ ടാലൻറ്റ് ദേശീയ റെക്കോർഡ് അറ്റംപ്റ്റ് എന്ന നിലയിലൊരു പരിപാടിയായിട്ടാണ് കണ്ണൂരിൽ ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഈ ചിത്രങ്ങളൊക്കെ വിവിധ നിലയിൽ വരച്ച ചിത്രങ്ങളാണ്. പെൻസിൽ ഡ്രോയിങ് ഓൺലൈനിലായിട്ട് ആ സമയത്ത് നമുക്ക് നേരിട്ട് ക്ലാസ്സുകൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഓൺലൈനിലാണ് മാസ്റ്റർ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ഓൺലൈൻ പഠനം രീതിയാണ് ഉണ്ടായത്. ഡ്രോയിങ്, ഓയിൽ പെസ്റ്റൽ, ക്രയോൺസ്, വാട്ടർ കളർ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ചിത്രങ്ങളാണ് ഏറെ ഉള്ളത്. ഇപ്പോൾ 3000 ചിത്രങ്ങൾ ഒന്നിച്ച് സൂക്ഷിച്ചു വെക്കുക എന്നത് സാധാരണ സാധിക്കാത്തൊരു കാര്യമാണ്. അത് വലിയ ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ടാണ് ചിത്രകാരന്മാരൊക്കെ കാണുന്നത്. ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതും കാണാനുള്ളതും അത് കൂടുതൽ ആസ്വാദികരമായ നിലയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മാഷ് അറ്റംപ്റ്റ് ഏറ്റെടുത്തത്. കേരള ചിത്രകലാ പരിഷത്തിൻ്റെ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സീനിയർ, കണ്ണൂരിലെ ഏറ്റവും സീനിയറായിട്ടുള്ള അധ്യാപകനാണ് ദാമോദരൻ മാഷ്. നമ്മുടെ ലളിതകലാ അക്കാദമി വൈസ് ചെയർമാനായിട്ടുള്ള എബിയൻ ജോസഫിൻ്റെ സതീർത്ഥ്യനുമാണ് ദാമോദരൻ മാഷ്. വളരെ സൈലൻ്റായിട്ട് എപ്പോഴും ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ കലാ സാംസ്കാരിക രംഗത്തൊക്കെ സജീവമായ മാഷിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. ഈ ചിത്ര പ്രദർശനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആവുന്നത്ര സഹായം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മാധ്യമം 2024 ഏപ്രിൽ 29 തിങ്കളാഴ്ചയാണ്. ആ പരിപാടിയിൽ പ്രശസ്ത ചിത്രകാരന്മാരായിട്ടുള്ള എബിയൻ ജോസഫ്, കേണൽ സുരേഷ്, വർഗീസ് കളത്തിൽ, പിന്നെ ചിത്രകലാ പരിഷത്ത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാനും പങ്കെടുക്കും. അപ്പോൾ ആദ്യം ചെറുതായിട്ട് തുടങ്ങി ക്യാമറയൊക്കെ വെച്ചിട്ട് അതിൽ A4ലാണ് ആദ്യം ചെയ്തിരുന്നത്. പിന്നീട് കുറച്ച് ഡെവലപ്പ് ചെയ്ത് അത് A3യിലേക്ക് മാറ്റി. പിന്നീട് ഹാഫ് ഷീറ്റിലേക്ക്, അങ്ങനെ വലിയ സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ട് 2 വർഷത്തോളം തുടർന്നിരുന്നു. അപ്പോൾ കുട്ടികളിൽ നിന്ന് നല്ല സഹകരണം ഉണ്ടായി. വിദേശത്ത് ഉള്ള കുട്ടികളാണ് അധികം ജോയിൻ ചെയ്തത്. അപ്പോൾ ഏതാണ്ട് 100-ലധികം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയുണ്ടായി. ഓരോ ഗ്രൂപ്പിനായിട്ട് ചെയ്തുകൊണ്ട് പല ഗ്രൂപ്പുകൾക്കും റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് വർക്കുകളുണ്ടായി. അതൊക്കെ ഞാനിങ്ങനെ മാറി മാറി സൂക്ഷിച്ച് അത് ആരും കാണാതെ പോകുക എന്ന് പറയുന്നത് എനിക്കൊരു വിഷമമുള്ളതായി ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രദർശനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ പഠനം എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടൊരു സമയമായിരുന്നു പാൻഡമിക് പീരീഡ്. അധ്യാപകരായിരുന്നു. വിഷ്വൽസ് കാണിക്കാതെ എങ്ങനെ വിഷ്വൽ ആർട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ടെൻഷനായിരുന്നു മുഴുവൻ ദാമോദരൻ മാഷായിരുന്നു. ദാമോദരൻ മാഷിൻ്റെ ശിക്ഷ സംബന്ധം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല അവസ്ഥയിലായിരുന്നു. കാണുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുന്നൊരു സാധനമായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനം. അതിനോടൊപ്പം കുട്ടികളിൽ സ്കില്ലും ആധുനിക ചിത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് പെയിൻറ്റിങ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ആർട്ട്